ലോകം കാത്തിരുന്ന US-ഇറാൻ സമാധാന കരാർ ഉടൻ നിലവിൽ വരുമെന്ന പ്രതീക്ഷ മങ്ങുന്നു. കരാറിൻ്റെ കാര്യത്തിൽ തിരക്കിട്ട തീരുമാനം വേണ്ടതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. കരാറിലെ ചില നിബന്ധനകളിൽ ഇരുപക്ഷവും ഉറച്ചു നിൽക്കുന്നതാണ് ധാരണയ്ക്ക് വെല്ലുവിളിയാവുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശുഭവാർത്ത കേൾക്കാമെന്ന് ഇന്ത്യയിൽ സന്ദർശനം നടത്തിവരുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. അന്തിമ കരാർ വരെ ഉപരോധം നിലനിൽക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയത്. ചർച്ചകൾ ചിട്ടയായതും ക്രിയാത്മകവുമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. സമയം US-ൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട് തന്നെ ധൃതിപ്പെട്ട ഒരു കരാറിലേക്ക് പ്രവേശിക്കരുതെന്ന് പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. ഒരു കരാറിലെത്തുകയും ഒപ്പുവെക്കുകയും ചെയ്യുന്നതുവരെ ഉപരോധം പൂർണ്ണ ശക്തിയോടെ നിലനിൽക്കുമെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. ഇറാനുമായി മുമ്പുണ്ടാക്കിയ ഒബാമ ഭരണകൂടത്തിൻ്റെ കരാറിന് നേർ വിപരീതമായിരിക്കും തൻ്റെ കരാറെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാന് ആണവായുധം വികസിപ്പിക്കാനുള്ള അവസരം നൽകുകയാണ് ഒബാമ ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. സൗദി അറേബ്യയ്ക്കും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ച ട്രംപ് ഇറാനുമായി ധാരണയുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ചർച്ചകളിൽ ഊന്നി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. മരവിപ്പിച്ച ഇറാനിയൻ സ്വത്തുക്കൾ വിട്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള ചില വ്യവസ്ഥകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കടുംപിടുത്തം തുടരുകയാണെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും ഖത്തർ നയതന്ത്ര പ്രതിനിധികളും കഴിഞ്ഞ ദിവസം ഇറാനിൽ സന്ദർശനം നടത്തിയതിനു പിന്നാലെയാണ് ദിവസങ്ങളായി അനിശ്ചിതത്വത്തിൽ തുടർന്നിരുന്ന ഇറാൻ US ചർച്ച വഴിത്തിരിവിലേക്ക് എത്തുന്നത്. അന്തിമ കരാറിലെത്തുന്നതിന് 60 ദിവസത്തെ സമയമുണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തടഞ്ഞുവെച്ച ആസ്തികൾ വിട്ടുകിട്ടുക എന്നത് ആദ്യഘട്ടത്തിലെ നിബന്ധനയായി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ മുന്നോട്ട് വെച്ച 14 ഇനം നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാകും ചർച്ചയെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് നിരുപാധികം തുറക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുക എന്നിവയടക്കം നിബന്ധനകൾ അമേരിക്കയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്.